السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله ما بعد. ആദരണീയരായ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, വിദ്യാർത്ഥാക്കൾ, വിശാലമായ ആമുഖങ്ങളിലേക്കുമൊന്ന് കടക്കാതെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. തുറന്ന കത്താണ് നാസ്തികത, വെല്ലുവിളികളും പ്രതിരോധങ്ങളും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രപഞ്ചനാഥനായ അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ദൈവമില്ലെന്നുള്ള വാദമാണ് നാസ്തികരുടെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം എന്ന് പറയാം. സ്വാഭാവികമായും പ്രത്യയശാസ്ത്രങ്ങളുടെ ആശയ സംവാദമുഖത്ത് അവയുടെ അടിസ്ഥാന വീക്ഷണങ്ങളെ ചോദ്യം ചെയ്യപ്പെടും. ദൈവാസ്തികത്തെ സംബന്ധിച്ച മതവീക്ഷണങ്ങളെ ചോദ്യം ചെയ്താണ് നാസ്തികത നിലനിൽക്കുന്നതെന്നതുപോലെ ദൈവനിരാസത്തിനുള്ള ന്യായങ്ങൾ എന്തൊക്കെയാണെന്ന് മറുചോദ്യമുണ്ട്. ഇത്തരം ഒരു മറുചോദ്യത്തോട് കേരളീയ നാസ്തികർ കൂടുതൽ വൈരുദ്ധ്യാത്മകമായി നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിന് തെളിവ് എന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം യുവതലമുറയുടെ സിംഹഭാഗവും കവർന്നെടുക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥത്തിന്റെ വക്താക്കളാണ് മുസ്ലിങ്ങൾ എന്നുള്ളത്. ചിന്തിക്കാൻ ശേഷിയുള്ളവർ ദൈവാസ്തികത്തെ തെളിവ് സഹിതം മനസ്സിലാക്കൽ നിർബന്ധ ബാധ്യതയാണെന്ന് ഇസ്ലാം വീക്ഷിക്കുന്നു. ചിന്തിക്കാൻ ശേഷിയുണ്ടായിരിക്കെ ചിന്തിക്കാത്തതിന്റെ പേരിൽ അത്തരക്കാർ കുറ്റക്കാരാണെന്ന് ഇസ്ലാമിന്റെ ഭാഷ. ഇക്കാര്യം ഇമാം ബാജുർ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നുണ്ട്. അന്ധമായി അനുകരിക്കാനല്ല, തെളിവുകൾ അറിഞ്ഞ് പ്രപഞ്ചനാഥനിൽ വിശ്വസിക്കാനാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അവരവരുടെ ചിന്താശേഷിക്കനുസരിച്ച് തെളിവുകൾ സഹിതം മനസ്സിലാക്കിയവരായിരുന്നു നമ്മുടെ പൂർവികരായ മഹത്തുക്കളൊക്കെ. നടന്നു പോകുന്നതിനിടയിൽ വഴിയിൽ ഒട്ടക കഷ്ടം കണ്ടു കഴിഞ്ഞാൽ ഈ വഴിയിലൂടെ ഒട്ടകം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മികവോടെ പണികയിപ്പിക്കപ്പെട്ടതായ ഈ വൻകരകളടങ്ങുന്ന ഭൂമിയും രാശികളുടേതായ ആകാശവും ഏതോ ഒരു സൃഷ്ടാവിന്റെ ആസ്തികത്വത്തെ വിളിച്ചു പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഏതൊരു നിർമ്മിതിയുടെയും അതിന് നിർമ്മാതാവ് ഉണ്ടാകൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. നാസ്തികത, ഭൗതികവാദം, യുക്തിവാദം എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന ചിന്താരാധകരുടെ എല്ലാം പ്രധാന ലക്ഷ്യം എന്നുള്ളത് മതങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വിശിഷ്ട ഇസ്ലാമിനെ തന്നെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യമാണ് നാസ്തികർ മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ ധാർമ്മിക സദാചാര മൂല്യങ്ങളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുക, ലൈംഗിക രംഗത്ത് സമൂഹം ഇതപര്യന്തമായി കാത്തുസൂക്ഷിച്ചു പോരുന്ന അതിർവരമ്പുകൾ തച്ചു തകർക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് നാസ്തികർ മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യനെ അധാർമികതയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അവന്റെ മതംബോധം തന്നെയാണ്. ഭൗതിക വീക്ഷണങ്ങളെ കൊണ്ടോ കേവല ബുദ്ധി കൊണ്ടോ ഒരിക്കലും ധാർമ്മികതയെ നിർണയിക്കാൻ സാധ്യമല്ല. ധാർമ്മികതയെയും സദാചാര മൂല്യങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് നിരീശ്വരവാദികൾക്കുള്ളതെന്ന് തോന്നിപ്പിക്കുന്നതാണ് അവരുടെ ഓരോരോ നീക്കവും. ലിബറലിസത്തിന്റെ നേതാവെന്നറിയപ്പെടുന്ന ജോൺ ലോക്ക് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ എല്ലാം അടിത്തറയായി എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന തത്വം ക്രിസ്റ്റോഫ് ഗവൺമെന്റിൽ കൊണ്ടുവന്നത് ശാസ്ത്രത്തിന്റെയോ ബുദ്ധിയുടെയോ അടിസ്ഥാനത്തിലല്ലെന്ന് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നാസ്തിക ലോകം പിൻപറ്റുന്നത് സ്വന്തം ഇച്ഛകളെയാണ്. ഇതിലൂടെ അവർ ലോകത്തിന് സമ്മാനിക്കുന്നത് കുത്തഴിഞ്ഞ ജീവിതവും അധർമ്മങ്ങളും മാത്രമാണ്. ഭൂരിഭാഗം നാസ്തികർ അംഗീകരിച്ചു പോരുന്നതും വിശ്വസിച്ചു പോരുന്നതുമായ ഒരു തത്വമാണ് സബ്ജക്റ്റീവ് മൊറാലിറ്റി എന്നുള്ളത്, അഥവാ ആത്മനിഷ്ഠ ധാർമ്മികത എന്നുള്ളത്. ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കേണ്ട മാനദണ്ഡം വ്യക്തികേന്ദ്രീകൃതമാകുന്നു എന്നുള്ളതാണ്. ഇതിലൂടെ നമ്മുടെ ലോകത്തിനുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതില്ല. കാരണം ഇതിലൂടെ ഏത് തിന്മയും ആർക്കും ചെയ്യാൻ കഴിയും. ഇത് അംഗീകരിക്കുന്നവരുടെ കണ്ണിൽ കളവ്, വഞ്ചന, കൊലപാതകം തുടങ്ങി ബലാത്സംഗം തുടങ്ങി ജർമ്മനിയിൽ ഹിറ്റ്ലർ നടത്തിയ ഹോളോകോസ്റ്റ് വരെയുള്ളവ എങ്ങനെ തെറ്റായി മാറും? കാരണം അന്ന് ജർമ്മനിയിൽ ഹിറ്റ്ലർ നടത്തിയ കൂട്ടക്കൊലക്ക് അദ്ദേഹത്തിൻ്റെതായ ന്യായചിന്തയുണ്ടായിരുന്നു, അഥവാ അത് അയാളുടെ ആത്മനിഷ്ഠ ധാർമ്മികതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ധാർമ്മിക തത്വങ്ങൾ വ്യക്തിനിഷ്ഠമാക്കി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ദൈവാസ്തികത്തെ തെളിവ് സഹിതം മനസ്സിലാക്കൽ നമ്മുടെ പേരിൽ നിർബന്ധ ബാധ്യതയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ അടിവരയിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.